ആയുധം കൊണ്ടുള്ള അംഗത്തിൽ മാത്രമല്ല, ബുദ്ധിയുടെ കാര്യത്തിലും ബൈഡൻ്റെ അമേരിക്ക ഇപ്പോൾ റഷ്യക്കെതിരെ ഏറെ പിറകിലാണ്. അത് തെളിയിക്കുന്ന ഒരു കയറ്റുമതി രാഷ്ട്രീയം നമുക്കൊന്ന് നോക്കാം. 2024 മെയ് 14 അന്നാണ് റഷ്യയിൽ നിന്നും ആണവ ഇന്ധനത്തിൻ്റെ ഇറക്കുമതി തടഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ബൈഡൻ ഒപ്പുവെക്കുന്നത്. കാലങ്ങളായുള്ള ഈ ഇറക്കുമതിയാണ് അമേരിക്കയുടെ ആണവ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിനെ സഹായിച്ചുകൊണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അവസാനിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അന്ന് തന്നെ അമേരിക്കൻ ശാസ്ത്രജ്ഞർ ബൈഡന് മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള പിരിമുറുക്കങ്ങൾക്കിടയിലും നിർണായക ആണവ ഇന്ധനം അമേരിക്കയുടെ വിദേശ സ്രോതസ്സായി റഷ്യ തുടർന്നു വന്നിരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒരു സുപ്രധാന സമയം കൊണ്ടൊരു ഒപ്പുവെക്കൽ കൊണ്ട് ഇല്ലാതെ പോകുന്നത്. റഷ്യയെ ആശ്രയിക്കുന്നത് കുറക്കുന്നതിലൂടെയും ആത്യന്തികമായി ഇല്ലാതാക്കുന്നതിലൂടെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജവും സാമ്പത്തിക സുരക്ഷയും ശക്തിപ്പെടുമെന്നും റഷ്യ സാമ്പത്തികമായി തകരും എന്നുമൊക്കെയായിരുന്നു അമേരിക്കയുടെ വിലയിരുത്തലുണ്ടായിരുന്നത്. എന്നാൽ റഷ്യയേക്കാൾ സാമ്പത്തിക നഷ്ടം അമേരിക്കക്കായിരിക്കും ഉണ്ടാക്കുക എന്നതായിരുന്നു അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തെയും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്കും വിദഗ്ധർ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഈ അഭിപ്രായങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ബൈഡൻ ഈ വിഷയത്തിൽ ഒപ്പുവെക്കുന്നത്. 2022 കണക്കനുസരിച്ച് ആഗോള വിപണിയിലെ ഏറ്റവും വലിയ സമ്പുഷ്ടമായ യുറേനിയം കയറ്റുമതിക്കാർ റഷ്യയാണ്. $2 ബില്യൺ കയറ്റുമതി മൂല്യം. US എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റ അനുസരിച്ച് US റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ 1/4 വരും ഇത് എന്നതാണ്. റഷ്യയുമായുള്ള ഇറക്കുമതി നിർത്തിയാൽ യുറേനിയം വിലയിൽ 20% വർധനവ് ഉണ്ടാക്കാനും നിയമനിർമ്മാണം ഇടയാക്കുമെന്നും വിദഗ്ധർ പറഞ്ഞിരുന്നു. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് നടക്കുന്നത്. തങ്ങൾ ആണവ ഇന്ധനം വാങ്ങൽ നിർത്തിയാൽ അത് റഷ്യയുടെ സാമ്പത്തിക രംഗത്തെ സാരമായി ബാധിക്കുമെന്ന് കരുതിയിടത്താണ് പുതിയ അവകാശികൾ രംഗപ്രവേശനം ചെയ്യുന്നത്. സാക്ഷാൽ ചൈന, അമേരിക്കയുടെ വ്യാപാര ശത്രു, അമേരിക്കയോട് എല്ലാ അർത്ഥത്തിലും മത്സരിക്കുന്ന രാജ്യം. ചൈന യുറേനിയം ഇന്ധനം വാങ്ങിയാൽ അത് വിശ്വസ്ത രാജ്യങ്ങളിലേക്ക് കൂടി എത്തപ്പെടും, അഥവാ ഇറാന് വരെ അത് കൈമാറപ്പെടും. അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന നേട്ടവും പ്രത്യാഘാതവും എന്തൊക്കെയായിരിക്കും? കഴിഞ്ഞ 10 മാസത്തിനിടെ റഷ്യയിൽ നിന്ന $849 മില്യൺ മൂല്യമുള്ള സമ്പുഷ്ട യുറേനിയം ചൈന വാങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന കണക്ക്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 3.2% മടങ്ങ് വർധനവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഒക്ടോബറിനേക്കാൾ സെപ്റ്റംബറിൽ ഇറക്കുമതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അഥവാ $216 ദശലക്ഷം ഈ വ്യാപാരമെത്തി. ദക്ഷിണ കൊറിയയും ഇതേ കാലയളവിൽ തങ്ങളുടെ വാങ്ങലുകൾ $650 മില്യൺ ആക്കി ഉയർത്തി. റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായി ഇതോടെ ദക്ഷിണ കൊറിയയും മാറുകയാണ്. 1-ാം സ്ഥാനത്തിപ്പോൾ ചൈനയും 2-ാം സ്ഥാനത്തിപ്പോൾ ദക്ഷിണ കൊറിയയുമാണ്. ഇതോടെ ലോകരാജ്യങ്ങളിൽ ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 1-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് അമേരിക്ക എത്തിപ്പെടുകയും ചെയ്തു. അതേസമയം റഷ്യയുടെ സാമ്പത്തിക കയറ്റുമതി രംഗങ്ങൾ പതിവ് പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ തുടരുകയും ചെയ്യുകയാണ്. മുൻപ് ഇറാഖും അഫ്ഗാനും ആക്രമിച്ച് കീഴടക്കിയ അമേരിക്ക ഒടുവിൽ അവരുടെ തന്നെ ശത്രു രാജ്യങ്ങളുടെ കൈകളിലേക്ക് ആ രാജ്യങ്ങളുടെ നിയന്ത്രണം കൊണ്ടുപോയി വിഡ്ഢിത്തം കാട്ടിയ പോലെ തന്നെയാണ് ഈ സംഭവത്തിലും നടന്നിരിക്കുന്നത്. അഥവാ തങ്ങൾ വാങ്ങിയില്ലെങ്കിൽ മറ്റാരും വാങ്ങാൻ വരില്ല എന്ന ഒരു ധാരണയുടെ അപ്പുറത്താണ് ഏഷ്യൻ രാജ്യങ്ങൾ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്ധനം വാങ്ങുന്നതിനായി റഷ്യയെ സമീപിക്കുന്നതും 1-ാം സ്ഥാനത്തുള്ള അമേരിക്ക 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതും അവരുടെ വ്യാപാര ശത്രുവായി കണക്കാക്കപ്പെടുന്ന ചൈന അതിൽ 1-ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ പല തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള ബിഗ് ബ്ലണ്ടൻസുകളായിരുന്നു എന്ന് തെളിയിക്കുന്ന പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി ബൈഡൻ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളോട് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കമല ഹാരിസിന് പോലും വിയോജിപ്പുണ്ടായിരുന്നു എന്നത് തെളിയിക്കുന്ന പല തരത്തിലുള്ള ഡാറ്റകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അമേരിക്കയെ വർഷങ്ങൾക്ക് പിറകിലേക്ക് കൊണ്ടുപോകുന്ന നയവും പദ്ധതികളുമൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടാവുക, ഒപ്പുവച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മൾ അറിയാനിരിക്കുകയാണ്. അധികാരത്തിലേറാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇദ്ദേഹം അമേരിക്കയെ നാൾക്ക് നാൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതിൻ്റെ തന്നെ സൂചനകളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്.